ഹലോ ഫ്രണ്ട്സ്, എല്ലായിടത്തും മഴയായിരിക്കുന്നറിയാം. ഇവിടെയും നല്ല പെരുമഴയാണ് കേട്ടോ. ഞങ്ങളുടെ വയറ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാറായിട്ടുണ്ട്. റോഡിനൊപ്പമായിട്ടുണ്ട് വെള്ളം ഏകദേശം. ഞം ഞമ്മ് കാത്തു പറയുന്നത് വെള്ളത്തിനെയാണ് കേട്ടോ. ഏകദേശം ഇവിടെ ഉള്ള ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ റോഡിലാണെന്നുണ്ടെങ്കിൽ നിറച്ച് വെള്ളം കേട്ടോ. വെറുതെ കാത്തൂനൊന്ന് വെള്ളത്തിൽ ഇറക്കിയതാണ്. പിന്നെ പറയണ്ട, കാത്തു വെള്ളത്തിൽ കൂടെ ഓട്ടായിട്ടാ. അപ്പൊ ഇപ്പൊ മഴ ചേർന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയൊന്ന് കുറഞ്ഞപ്പോഴേക്കും ഞാൻ ക്യാമറ വെച്ചിട്ട് തേങ്ങ എടുക്കാൻ പോകാൻ വേണ്ടി പോയപ്പോഴട്ടോ. പോണ വഴിക്ക് ഞാനൊരു പ്രത്യേകതരം കാഴ്ച കണ്ടത്. വേറൊന്നല്ല, ഒരു തെങ്ങിന്റെ മേലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കൊക്കിനെ കണ്ടു. ഞാൻ ആദ്യമായിട്ടുണ്ട് ഇത്രയും വലിയ കൊക്കിനെ കാണുന്നത്. കൊക്കിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വലിപ്പത്തിൽ ഞാൻ ആദ്യമായിട്ടൊന്നും കാണുന്നത്. അപ്പം ഞാനത് കാണിച്ചു തരാം. ഈ 2 തെങ്ങ് കണ്ടോ? ഈ 2 തെങ്ങിൽ രണ്ടാമത്തെ തെങ്ങിലാണ് കേട്ടോ കൊക്കിരിക്കണേ. പെട്ടെന്ന് ഞാൻ ആദ്യത്തെ തെങ്ങിലാന്ന് എനിക്ക് തോന്നിപ്പോയി, പക്ഷെ കണ്ടതാ രണ്ടാമത്തെ തെങ്ങിലാണ്. ക്യാമറ ഞാൻ സൂം ചെയ്തപ്പോൾ അത് പെട്ടെന്ന് ബ്ലറായി പോയിട്ട്. അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതാ വയലിലേക്ക് ഇറങ്ങാൻ പോകുന്നപ്പോഴേക്ക് ചെറുതായിട്ട് പിന്നെയും മഴ ചാറി തുടങ്ങി. അവരവിടെ ഇരുന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം മീനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം അത് ആ അറ്റത്താണ് കേട്ടോ തേങ്ങ കിടക്കണേ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ മഴ സമയത്ത് ഇങ്ങനെ വയലിലൊക്കെ ഇറങ്ങാനായിട്ട് പോകണം. പിന്നെ ഇവിടെ അധികം ആഴമൊന്നുമില്ല, നമ്മുടെ മുട്ടിന് കുറച്ച് മേലെ ഉണ്ടാവും കേട്ടോ വെള്ളം. കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമല്ലേ. ഒരു സൈഡ് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഫുള്ള് പുല്ലാണ് കേട്ടോ ഈ വയലിൻ്റെ. അപ്പം ഞാൻ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എന്താ, ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോവാട്ടോ. അപ്പം ഞാൻ ക്യാമറയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ പോണത്. പിന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. പാമ്പൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലയെന്ന് തോന്നുന്നു, പക്ഷെ കുപ്പിച്ചില്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങണത്. അപ്പോൾ ഇവിടെ അധികം ആഴമൊന്നുമില്ല. അങ്ങനെ ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നത്. വേറെ ഒന്നിനല്ല, തേങ്ങ എടുക്കാനാണ് കേട്ടോ. ഇപ്പം ആണെന്നുണ്ടെങ്കിൽ ഒട്ടും മഴയില്ല കേട്ടോ, പക്ഷെ നല്ല വെയിൽ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ വെയിലില്ല, ചെറിയൊരു വെട്ടം മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്നത് എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ വിളിച്ച് ചീത്ത പറയട്ടോ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയാന്. ഞങ്ങളുടെ അവിടെ ഞങ്ങളിങ്ങനെ മഴ സമയത്ത് വെള്ളത്തിലൊന്നും പോയി ഇറങ്ങാറില്ല കേട്ടോ. പക്ഷെ ഇവിടെ എനിക്ക് വെള്ളം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ നടന്ന് പോണ വഴിക്ക് ഒരു തെങ്ങ് കിടക്കണുണ്ട്. അപ്പോൾ ഇതുമ്മേക്കൂടെ നടക്കാമെന്ന് ഞാനൊന്ന് ആലോചിച്ചു. പിന്നെ വേണ്ട, വെറുതെ എന്തിനാ ചെളി വെള്ളത്തിൽ വീഴണേന്ന് വിചാരിച്ച് അതുമ്മേന്ന് ഇറങ്ങി പിന്നെയും നടന്നു കേട്ടോ. അപ്പം അപ്പുറത്തെ സൈഡ് വരെ നടക്കാനുണ്ട്. അപ്പം നിങ്ങളുടെ നാടൊക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യണേ. പക്ഷെ ഞങ്ങളുടെ അവിടെ പാടുണ്ടെങ്കിലും വെള്ളം നിറഞ്ഞാലൊന്നും ഞങ്ങളങ്ങനെ വെള്ളത്തിലേക്കൊന്നും അങ്ങനെ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കുഴപ്പമില്ല, കാരണം റോട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കണ്ടല്ലോ. ഇപ്പം ഞാൻ വെള്ളത്തിൽ വീഴേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് പെട്ടെന്ന് എടുത്തോളും എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അത് ആ അറ്റത്തേക്കാണ് ഞാൻ പോണേ. അങ്ങനെ ഞാൻ വയലിൻ്റെ നടുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, എല്ലാവരും റോഡിൽ തന്നെ ഉണ്ടല്ലോ. അത് വിചാരിച്ച് ഞാൻ വേഗം ക്യാമറയും പിടിച്ച് പിന്നെ നടക്കാനായിട്ട് തുടങ്ങിയിട്ടാ. അപ്പം ഞാൻ നടന്ന് തുടങ്ങിയപ്പോഴാണ് തോന്നുന്നുണ്ട് ചെറുതായിട്ട് മഴ പെയ്യുന്ന പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. പെട്ടെന്ന് ഞാൻ തെറ്റി വീഴാനായിട്ട് പോയി, പക്ഷെ വീണില്ല കേട്ടോ. പിന്നെ ഞാൻ ക്യാമറ പിടിച്ച് നടന്ന് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദാ ഞാൻ ഇത്രയും അറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങേ അറ്റത്താണ്, ഞാൻ മാത്രം കേട്ടോ ഇങ്ങേ സൈഡിൽ നിൽക്കണേ. അപ്പോൾ എനിക്കിത് അത്രയും ദൂരം കൂടി വരെ പോകാനുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഞാനിവിടെ എത്താറായിട്ടുണ്ട്. വെറും ഒരു തേങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോണേ. ഞാൻ അവിടെ ചെല്ലും പറയാം ആ തേങ്ങ നല്ലതാണോ പുല്ലില്ലാത്തതാണോ ദൈവത്തിന് മാത്രം അറിയാം. അങ്ങനെ ഞാൻ കുറച്ചിപ്പോൾ കരയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ലക്ഷ്യസ്ഥാനത്ത് എത്താറാകുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ അവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് അധികം കലക്ക വെള്ളമായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇപ്പം ഞാൻ കരയക്കൂടെ കേട്ടോ നടക്കണം. ഒരു വരമ്പുണ്ട്, അപ്പോൾ വരമ്പത്തോടെയാണ് നടക്കണേ. അങ്ങനെ ഞാൻ തേങ്ങയുടെ അടുത്ത് എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ തെങ്ങ്. ഞാൻ അത്രയും അകലേന്ന് നോക്കി വന്ന തേങ്ങയാണ് കേട്ടത്. ഇത് എടുത്ത് കഴിയുമ്പോൾ അറിയാം നല്ലതാണോ കൊള്ളാത്തതാണെന്ന്. ഒരു കണക്കിന് ഞാനത് എടുത്തു. തേങ്ങ എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ, കാരണം എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അവിടെ കുറച്ച് ആളുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കണക്കിനാണ് ക്യാമറ അവിടെ വെച്ചിട്ട് തേങ്ങ എടുത്തത്. തിരിച്ചങ്ങോട്ട് നടക്കുമ്പോൾ പിള്ളേർ വന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് തിരിച്ച് നടന്നു. ഇവർക്ക് എൻ്റെ പോലെ കേട്ടോ, വെള്ളത്തിനൊന്നും ഒരു പേടിയില്ല. പിന്നെ ഇത് ഇവരുടെ സ്ഥലമാണല്ലോ, അപ്പോൾ പിന്നെ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പോലെ അല്ലല്ലോ. ഇക്കൊല്ലത്തെ മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പൊതുവേ എനിക്ക് മഴ പെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ്, പക്ഷേ ഇത്തവണ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവർ പിന്നെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിലേക്ക് പോയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.